ഉപ്പേരി അഥവാ തോരൻ എന്ന ഈ സാധനത്തിനോട് എനിക്ക് ഏറ്റവും ഇഷ്ടം കൂടിയത് ഞാൻ പൊണ്ണത്തടി ആയതിനു ശേഷമാണ് കേട്ടോ. നമ്മൾ ഈ വീഡിയോസിലൊക്കെ കാണലില്ലേ, ചോറിൻ്റെ അളവ് കുറച്ച് പച്ചക്കറിത്തോരൻ കൂടുതൽ കഴിച്ചാൽ തടി കുറയുന്നു. ഈ വിവരം എനിക്ക് കിട്ടിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഉപ്പേരി കൂടുതലായി കഴിക്കാൻ തുടങ്ങിയത്. ഇത് ശീലാക്കിയതോടെ എനിക്കിപ്പോൾ ഉപ്പേരില്ലാതെ ചോറിറങ്ങാത്ത പോലെയാണ്. നമ്മുടെ അമ്മ എപ്പോഴും പറയും, ഇതിപ്പോൾ ചോറിൻ്റെ അളവ് കുറച്ച് പച്ചക്കറി കൂടുതൽ കഴിക്കല്ലേ വേണ്ടത്, ഇത് ചോറ് ഉപ്പേരി ഒക്കെ ഒരുപോലെയാണല്ലോ തിന്നണത് എന്ന്. ശരിയാണ്, ചോറിൻ്റെ അളവ് അങ്ങോട്ട് കുറച്ചാൽ വിശപ്പ് അങ്ങോട്ട് മാറണില്ലേ. എന്തായാലും സാരമില്ല, ഉപ്പേരി ഒരു ഹെൽത്തി ഫുഡ് തന്നെ ആണല്ലോ. ഇന്ന് എൻ്റെ ഇക്കാക്കനോട് ഉപ്പേരിക്ക് എന്തെങ്കിലും കൊണ്ടുപോകാമെന്ന് പറഞ്ഞയച്ചീനു. ഓനീ ഉപ്പേരിയിലൊന്നും അത്ര കാര്യമില്ലാത്തതുകൊണ്ട് ഓനതങ്ങോട്ട് മറന്ന്. എന്തായാലും എനിക്ക് ഉപ്പേരിയില്ലാതെ ചോറിറങ്ങൂല. സോ ഞാൻ രണ്ടും കൽപ്പിച്ച് തൊടിയിലിറങ്ങി. നോക്കിയപ്പോഴാണ് നല്ല മത്തനില കണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് മത്തനില തോരനാക്കാമെന്ന്. ആവശ്യത്തിനുള്ള മത്തനില പറിച്ച് കുനുകുനാന്നരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെള്ളം വാരാൻ വെച്ചു. ഇത് വെള്ളം വാരുന്ന സമയം കൊണ്ട് നമുക്കതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അരപ്പിനാവശ്യമുള്ള സാധനങ്ങൾ തേങ്ങ, പച്ചമുളക്, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി എന്നിവയാണ്. ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ ഒരൊറ്റ പച്ചമുളകില്ല കേട്ടോ. എഗെയിൻ ഞാൻ തൊടിയിലിറങ്ങി. എന്തിനാന്നല്ലേ, ചീനാപ്പറങ്കി പറിക്കാൻ. നമ്മളെ നാട്ടിലിതിനെ ചീനാപ്പറങ്കി എന്നാട്ടോ പറയണത്. ചീരമുളക് എന്ന് പറയണതും ഞാൻ കേട്ടുക്കണം. എന്നിട്ട് ഇവ നാലും മിക്സിയിലിട്ട് ഒന്ന് അരച്ച ശേഷം മാറ്റി വെക്കുക. എന്നിട്ട് ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിയതിന് ശേഷം മത്തനിലയും ഉപ്പും ഇട്ട് വേവിക്കുക. ഒരു 75% വേവായതിനു ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച അരപ്പിട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് ഒന്നുകൂടി വെന്തതിന് ശേഷം അടുപ്പിൽ നിന്നും മാറ്റി വെക്കുക. നമ്മുടെ ഹെൽത്തി ആൻഡ് ഡെലീഷ്യസ് മത്തൻ തോരൻ ഇവിടെ റെഡി. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക്